ഒരു ഗുഡ് ലിസണർ ആണല്ലേ? അതെ. സംസാരത്തിനേക്കാളും എനിക്ക് തോന്നുന്നു കേൾവിയാണ് കൂടുതൽ. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു ക്വാളിറ്റിയാണ്. അത് കേട്ടോണ്ടിരിക്കാൻ ഒരാളുണ്ടെന്നുള്ളത് ഭയങ്കര സന്തോഷമല്ലേ? അത് കേൾക്കുന്ന ആൾക്ക് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ ആസ് എ പേഴ്സൺ നമുക്ക് വളരാനും കേൾക്കുന്നതാണ് കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അകത്തെന്താ നടക്കുന്നതെന്ന് ശ്രദ്ധിക്കണില്ല. പുറത്തേക്ക് സംസാരിക്കരുതെന്നല്ല പറയണേ. പക്ഷേ നമ്മൾ കൂടുതൽ കേൾക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ബ്രെയിനകത്ത് ഫുൾ ടൈം നമ്മളാരാണ്, അപ്പുറത്തുള്ള ആളാണ്, അതിനെക്കുറിച്ച് കുറച്ചുകൂടി ചിന്തിക്കാനും നമ്മൾ ആസ് എ പേഴ്സൺ ബെറ്റർ ആവാനും ലിസണിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് പേഴ്സണൽ ലിസണിങ് ഭയങ്കര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഒരു ബെറ്റർ ആളാവാൻ വേണ്ടിയിട്ട്. ഈ പറഞ്ഞ പോലെ ഫാമിലിയിലോട്ട് വരുവാണെങ്കിലും ഈ പറയുന്ന പോലെ തന്നെ ഗൗരീൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു ഫാമിലി ഓറിയൻറ്റഡ് പേഴ്സൺ ആണോ? വീട്ടിലിരിക്കുന്ന ആളാണ്. ഈ ഫാമിലി എന്ന് പറഞ്ഞാൽ എനിക്ക് ഫാമിലി എന്ന് പറഞ്ഞാൽ ബ്ലഡ് റിലേഷൻ മാത്രം ആവണമെന്നില്ല. ഈ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും അടുപ്പുള്ള ആളുകളും എനിക്ക് ഫാമിലി തന്നെയാണ്. എൻ്റെ വീട്ടിലെ പട്ടിയും പൂച്ചയൊക്കെ എനിക്ക് ഫാമിലി തന്നെയാണ്. അതെ. അപ്പം ഉള്ളിൽ സ്പെൻഡ് ചെയ്യാനാണ് ഇഷ്ടം. പുറത്ത് ഭയങ്കര എന്താ പറയുക, ശബ്ദവും ബഹളമൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോയിട്ട് സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഫിസിക്കലി എഫേർട്ട് ഇട്ട് സ്ഥലങ്ങളിൽ പോവുക, കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിനേക്കാളും കൂടുതൽ ഏറ്റവും ഫെമിലിയർ സ്പേസിൽ ഇരിക്കാൻ തന്നെയാണ്. ആ ഒരു ഹോമാണ് ഫാമിലി അല്ലേ? നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള, നമുക്ക് സേഫ്റ്റി തരുന്ന, കംഫർട്ട് തരുന്ന അതാണ് എൻ്റെ ഫാമിലി. ദാറ്റ് ക്യാൻ ബി ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. ഒരു മുറിയായിരിക്കാം, ഒരു വ്യക്തിയായിരിക്കാം, ഒരു ഭക്ഷണമായിരിക്കും. ഇതെല്ലാം ആ ഒരു കംഫർട്ട് തന്നെയാണ് ഞാൻ ഫാമിലി എന്ന് വിളിക്കുക. തരുന്ന എല്ലാത്തിനെയും ഞാൻ ഫാമിലി എന്ന് വിളിക്കും. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഗൗരീൻ്റെ വീട്ടിൽ വന്നാൽ പോലും ഓരോ ഇൻഡിവിജ്വൽ, ഇപ്പോൾ ഒരു കുഞ്ഞൊരു ടീപ്പോ ഇരുന്നാൽ പോലും അതിനോടും ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള കൂട്ടത്തിലാണ്. അപ്പോൾ വീട്ടിലെ സാധനങ്ങളൊക്കെ ഇതേപോലെ പർച്ചേസ് ചെയ്യുമ്പം നോക്കി ഇങ്ങനെ മറ്റേ യുണീക്കായിട്ട് ഓരോ സാധനങ്ങൾ എടുക്കുന്ന കൂട്ടത്തിൽ. യുണീക്കിനെക്കാളും ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അത് ചിലപ്പം പൊട്ടിക്കാണും, സാധനം പൊട്ടിപ്പോയാലും ഞാൻ കളയില്ല. അങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുന്ന ഒരു സംഭവം എന്താ? എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ചെറിയ ചെറിയ ആർട്ടിഫാക്ട്സ്, ചട്ടികൾ, ചെടിയൊക്കെ വാടിപ്പോയി കാണും, ചട്ടി അവിടെ തന്നെ ഉണ്ടാവും. ചെടിയൊന്നും ഇല്ലാണ്ട് അങ്ങനെ ഇരിപ്പുണ്ടാവും. അല്ലെങ്കിൽ ചില പാത്രങ്ങളായിരിക്കും, ചിലപ്പോൾ ഹാൻഡിലൊക്കെ പോകുന്നുണ്ടാവും, ഹാൻഡിൽ പോയി കാണും, സ്പൂൺ മറ്റേ ഇളയി കാണും, ഹാൻഡിൽ അര ഹാൻഡിലൊരു കലമുണ്ട്, ഇപ്പോഴും അത് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത് എനിക്കിത് ഇഷ്ടമാണ്. ഇപ്പം കഷ്ടപ്പെട്ടാണെങ്കിൽ മറ്റേ ഹാൻഡിൽ തുണിയൊക്കെ പിടിച്ചിട്ട് ഉപയോഗിക്കും. ഫെമിലിയാരിറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ തന്നെ അങ്ങനെ പോകാനാണ് ഇഷ്ടം. പുതിയൊരു സാധനം അറ്റാച്ച്മെന്റ് ആണ് അതിനോടങ്ങ്. അതൊരു അറ്റാച്ച്മെന്റും ശീലമാണ്, ശീലിച്ചിട്ടുള്ള സൗകര്യമാണ്. സൗകര്യം ഇതിപ്പം അതിനെ പിന്നെ കളയാൻ ബുദ്ധിമുട്ട്. ഫോൺ മാറാണെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ത് അവസാന ശ്വാസം വലിക്കുന്നവരെ ഞാൻ ഫോൺ മാറില്ല. എൻ്റെ അവസ്ഥ ഇനി ഒരു രക്ഷയില്ല എന്നുള്ള അവസ്ഥ വന്നാലും ഞാൻ ഫോണൊക്കെ മാറില്ല. എനിക്ക് എന്തൊരു സ്നേഹമാണ് അതിനോട്. അതെ, എനിക്ക് കളയണ്ട, കുറച്ചുകൂടെ പോട്ടെ പുഷ് മാക്സിമം. അത് കളഞ്ഞു കഴിഞ്ഞാൽ മേ ബി സാധനം ഡ്രസ്സുകള് കീറിയാലും പിന്നെ അതിനെ വെച്ചോണ്ടിരിക്കും. അതെ, കളയില്ല. യൂഷ്വലി ഇങ്ങനെ നമ്മൾ ഈ ഇട്ട ഡ്രസ്സ് തന്നെയൊക്കെ വീണ്ടും ഇടുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോഴും അമ്മമാരാ കൂടുതൽ പറയുന്നത്, നിനക്ക് എന്താ വേറെ ഇല്ലേ അങ്ങനെയൊക്കെ. പക്ഷെ എനിക്ക് അങ്ങനെ തന്നെ ഇട്ടോണ്ടിരിക്കും ഞാൻ. ഭയങ്കര അല്ല, അമ്മ ഇങ്ങനെ പറയാറുണ്ടോ? അത് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷെ അത് ചില സാധനങ്ങളോട് ഈ പറഞ്ഞ അറ്റാച്ച്മെന്റ് കൂടുതലാണ്. അമ്മയുടെ ഭാഗത്തുനിന്ന് വരുന്ന കമന്റ്സ് ഞാൻ ഈ പറയുന്ന പോലെ എന്താ പറയാ, ഈ ഡ്രസ്സ് നിനക്ക് എന്താ ഈ ഡ്രസ്സ് ഇടാനുള്ളോ, ഇതൊന്നും അത് എല്ലാവരും ചോദിക്കാറുണ്ട്. ഈ റിപ്പീറ്റേഷൻ ഭയങ്കര, ഞാൻ ഇട്ടുകൊണ്ടിരിക്കും. അമ്മ മാത്രമല്ല, എൻ്റെ ഇമ്മീഡിയറ്റ് സർക്കിളിലുള്ള ആളുകളൊക്കെ ചോദിക്കുന്നത് എൻ്റെ ഈ ചെരുപ്പ് തന്നെ ഇട്ടുകൊണ്ടിരിക്കണേ. ചിലപ്പോൾ ചെരുപ്പ് ഒരു സൈസ് കൂടുതലൊക്കെ ആയിരിക്കും, അതിൽ അത് തന്നെ ഇട്ടുകൊണ്ടിരിക്കും. വലിയ ചെരുപ്പ് ഒരു പ്രാവശ്യം വലിയ ചെരുപ്പിട്ടു, അത് ഇഷ്ടപ്പെട്ട പിന്നെ ആ വലിയ ചെരുപ്പ് തന്നെ ഇട്ടുകൊണ്ടിരിക്കുക. ഷർട്ട് കറയുണ്ടെങ്കിലും ചുളുങ്ങിയാലും ചിലപ്പം വിട്ടൊക്കെ തുടങ്ങി കാണും, പിന്നെ അത് തന്നെ ഇട്ടുകൊണ്ടിരിക്കും. ഭയങ്കര സുഖമാണ്. ഭയങ്കര അത്തരത്തിലുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉള്ള. പുതിയ സാധനങ്ങളോട് വലിയ ഇതില്ല. ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതും കൊണ്ടിരിക്കുന്ന അങ്ങനെയാണ്. പുതിയത് കിട്ടിയാലും അതുമായിട്ട് അഡാപ്റ്റ് ആവാനും ഭയങ്കര പാടാണ്. അവിടെ പുതിയത് വാങ്ങുന്നതും കുറവാണ്. ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇങ്ങനെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷോർട്സ് ഉണ്ടല്ലേ, മിക്ക സ്റ്റേജ് ഷോസിലും ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. ചില സാധനങ്ങൾ ഭയങ്കര സുഖമായിരിക്കും, ആ ഷോർട്സിനെതിരെ കുറെ കമന്റ്സും കണ്ട്. ഈ ഷോർട്സ് മാത്രമേ ഉള്ളൂ, ആളുകളും കമന്റ്സ് ഇടുന്നുണ്ട്. എനിക്കല്ലേ കിട്ടാനുള്ള സുഖമുള്ള ആർക്കറിയില്ലല്ലോ. ആ ഷോർട്സ് ഇട്ടാൽ മാത്രം കിട്ടുന്ന ഒരു സുഖമുണ്ട്. ഈ കമന്റ്സ് ഇത് എപ്പോഴെങ്കിലും ചിരിച്ചു പോയിട്ടുണ്ടോ? ഏതെങ്കിലും കമന്റ്സ് വായിച്ചു? ഒരുപാട്. ഞാൻ ചില ആളുകളുടെ പ്രൊഫൈലിൽ കയറി നോക്കും, അത് ഭയങ്കര കോമഡി പ്രൊഫൈലായിരിക്കും. അത് ഭയങ്കര വീര്യമായിട്ട് കമൻ്റൊക്കെ അടിച്ച് കയറി കഴിഞ്ഞാൽ മറ്റേ പിങ്ക് ഹാർട്ട് പറക്കുന്ന റീലൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ ആളുകളായിരിക്കും. പക്ഷെ അവർ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ഭയങ്കര വീരശൂര പരാക്രമിയായിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ട്. ഭയങ്കര രസമാണ്. ഇവരുടെ പ്രൊഫൈൽസ് കാണാൻ ഭയങ്കര രസമായിരിക്കും. പ്രൊഫൈലിൽ പൂക്കിയായിരിക്കും, ഭയങ്കര രസമായിരിക്കും, മൊത്തം പൂക്കിയായിരിക്കും. പിങ്ക് കവളിലൊക്കെ പിങ്ക് കൊടുത്തിട്ട് നല്ല വലിയ മീശ സാധനമൊക്കെ ഉണ്ടാവും, നല്ല പിങ്ക് കൊടുത്തിട്ട് മറ്റേ ബാക്കിൽ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കും. പക്ഷെ ഇവിടെ വന്നിട്ട് ഭയങ്കര വീരശൂര പരാക്രമി വർത്തമാനമായിരിക്കും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അവിടെ പ്രൊഫൈൽസ് കാണാൻ. ഫേസ്ബുക്കിലാണോ ഇൻസ്റ്റയിലാണോ? ഫേസ്ബുക്കിൽ നോക്കാറില്ല.
നോക്കാറില്ല, അങ്ങോട്ട് പോയേ വേണ്ട. ഇല്ല, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഷെയർ ചെയ്ത് അങ്ങോട്ട് പോകുന്ന പോസ്റ്റും കാര്യങ്ങളും എനിക്കുള്ളൂ. ഇൻസ്റ്റാഗ്രാം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഈ പറഞ്ഞ പോലെ ഓൺലൈനിലുള്ള കമൻസ് അല്ലാണ്ട് സ്ട്രെയിറ്റ് ഫേസിൽ നോക്കിയിട്ട് ഇന്നേ വരെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടോ? ഇല്ല. ആർക്കും അതിനുള്ള ധൈര്യം കിട്ടിയിട്ടില്ല. ഇല്ല, അങ്ങനെയില്ല. അല്ല, ഒരു നോർമൽ ഒരു ഡേ മ്യൂസിക് ഒക്കെ ആയിട്ട് യൂഷ്വലി പോകുന്നതല്ലാണ്ട് എങ്ങനെയായിരിക്കും ഒരു വീട്ടിൽ ഒരു ഡേ സ്പെൻഡ് ചെയ്യുന്നത്? എണീക്കും, കട്ടൻ കാപ്പി കുടിക്കും. കട്ടൻ കാപ്പി കൂടി ഒരു 1.5 മണിക്കൂർ പോകും. അതെന്താ? എങ്ങനെ ഇരിക്കും കാപ്പിയും കൊണ്ട് ഇങ്ങനെ ഇരുന്ന് കുറേ കുടിക്കുമോ? കാപ്പി കുറച്ചുണ്ട്, ചെറിയ കപ്പ് ഉണ്ടാവുള്ളൂ, പക്ഷെ അത് കുറേ ഉണ്ടാവും. പിന്നെ എന്ത് കഴിക്കണം എന്ന് ആലോചിക്കും. അതിലേക്ക് ചിലപ്പോൾ ഉണ്ടാക്കും, ചിലപ്പോൾ വാങ്ങും. നല്ല കുക്ക് ചെയ്യോ? നല്ല കുക്കല്ല, റെഗുലർലി കുക്ക് ചെയ്യുന്ന നല്ലതെന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ അറിയില്ല. ഭയങ്കര വലിയ സാധനങ്ങളൊന്നും അല്ല, നമ്മൾ സാധാരണ കഴിക്കുന്ന സാധനങ്ങളെല്ലാം ഉണ്ടാക്കാറിയാം. പിന്നെ വീട്ടിൽ പട്ടി പോയിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ കുറേ ഒരു ടോപ്പിക്കിൻ്റെ പുറകെ ആണെങ്കിൽ ആ ടോപ്പിക്കിലുള്ള കുറേ ഇൻ്റർവ്യൂസോ പോഡ്കാസ്റ്റുകളൊക്കെ ഇരുന്ന് ചിലപ്പോൾ കാണും. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, വെറുതെ വർത്താനം പറഞ്ഞ് പോകും. അല്ലെങ്കിൽ പാട്ട് കേൾക്കലൊക്കെ ഭയങ്കര കുറവാട്ടോ ശരിക്കും. ആണോ? പാട്ട് കേൾക്കുന്നത് ഇരുന്നങ്ങനെ കേൾക്കലൊന്നുമില്ല. എവിടെന്നെങ്കിലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ എന്താണെന്ന് പോയി തപ്പി നോക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. വളരെ ലെയ്ഡ് ബാക്ക് ആയിട്ടുള്ള ദിവസങ്ങളാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും ചിലപ്പോൾ. എന്തെങ്കിലും ഇപ്പോൾ ഒരു വീഡിയോ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് നോക്കാനുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ആ പണി ചിലപ്പോൾ ഒരു ദിവസം 1 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള സമയമൊക്കെ മോസ്റ്റ്ലി ഭയങ്കര ലെയ്ഡ് ബാക്ക് ആയിട്ടുള്ള പോക്കായിരിക്കും. ഏർലി മോർണിംഗ് പേഴ്സൺ ആണോ അതോ? ഏർലി മോർണിംഗ് ആണ്. എനിക്കൊരു 9 മണിയൊക്കെ ഉറക്കം വന്ന് തുടങ്ങും. ആണ്. ഓക്കെ. ഒരുപാട് നൈറ്റ് ഇരിക്കാറില്ല? പറ്റില്ല, ഉറങ്ങിപ്പോയി ഞാൻ. അത്ര നേരത്തെ? ചെറുപ്പം മുതലേ ഉള്ള ശീലമാണോ? ആയിരിക്കാം. ചെറുപ്പം പോലെ കുറച്ച് നേരത്തെ എഴുന്നേൽക്കുന്നതാണ് താല്പര്യം, രാത്രിനേക്കാളും കൂടുതൽ. അപ്പോൾ ഈ സോങ്സിൻ്റെ പ്ലാനിങ് ഡിസ്കഷൻസ്, നമ്മുടെ സ്വന്തം കവേഴ്സും സോങ്സ് ഒക്കെ ചെയ്യുന്നതിൻ്റെ അതൊക്കെ എപ്പോഴാണ് നടക്കുക? അങ്ങനെയൊന്നുമില്ല, അതോരോ സമയം. ഇപ്പം പറഞ്ഞ ഈ ത്രൂ ഔട്ട് ദ ഡേ ചിലപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴായിരിക്കും ഇത് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ചെയ്യും. അതിനങ്ങനെ യാതൊരു സ്ട്രക്ചറും ഒന്നുമില്ല. ഒരു പോണ പോക്കിന് ഇങ്ങനെ പോകുന്ന ഒരു പരിപാടിയാണ്. എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു. ഭയങ്കര പ്ലാൻ ചെയ്തിട്ട് സ്ട്രക്ചർ ചെയ്തിട്ടൊന്നും ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ സംഭവിച്ച ഒന്നാണോ കട്ടിപ്പുടിയുടെ കവർ? കട്ടിപ്പുടിയൊക്കെ അങ്ങനെ തന്നെയാണ്. അതിങ്ങനെയാണ്. അതിന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഫസ്റ്റ് കവർ ഇതാണെന്ന് തോന്നുന്നു. അല്ല, ഇതിന് മുമ്പ് അങ്ങനെയൊന്നും വന്നിട്ടേ ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സോങ്സ്, അതിൻ്റെ നിങ്ങൾ ചെയ്തേക്കുന്ന ആ ഒരു രീതി, വിഷ്വൽസ് എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നു. അപ്പോൾ പറയാതിരിക്കാൻ പറ്റത്തില്ല, നിങ്ങളുടെ ആ ഒരു ടീം അത് ഭയങ്കര ജെല്ലായിട്ട്. അതെങ്ങനെയാണ് ടീം സംഭവിച്ചത്? എനിക്കൊന്നു ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഉള്ള ടീമിൽ നിന്ന് കൊഴിഞ്ഞു പോയി, പുതിയ ആൾ വന്ന് കൊഴിഞ്ഞു പോയി, പുതിയ ആൾ വന്ന്, അങ്ങനെ ഇപ്പം ഒരു സ്ഥലത്ത് എത്തി നിൽക്കുന്നതാണ് എല്ലാവരും. ഓഡിയോ സെക്ഷൻ ആണെങ്കിലും വീഡിയോയിൽ നിങ്ങൾ കാണുന്ന ആളുകളാണെങ്കിലും ഓഡിയോയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും ഒക്കെ ഗ്രാജുവലി ഉണ്ടായതാണ്. അതങ്ങനെ വന്ന് ഫിൽട്ടർ ചെയ്ത് പോയി വന്ന് സംഭവിച്ചൊരു കാര്യമാണ്. അറ്റ് ലാസ്റ്റ് അതൊരു പെർഫെക്റ്റ് ടീം. ഇപ്പോൾ ഒരു നല്ലൊരു സ്ഥലത്ത് നിൽക്കുന്നുണ്ട് ഇപ്പോൾ. അതെ. ഈ ഒരു കട്ടിപ്പുടിയുടെ കവർ നമുക്കൊന്ന് കേട്ടാലോ? കട്ടിപ്പൂടി കട്ടിപ്പൂടിടാ കണ്ണാല കണ്ടപ്പടി കട്ടിപ്പൂടിടാ കണ്ടുപിടിപ്പേൻ അന്ത ഇടത്തിൽ ഞണ്ടുപൊടിപ്പേൻ ആ അടിപൊളി. ഈ കവേഴ്സ് ചെയ്യുന്ന സമയത്ത് അതായത് ഈ പറയുന്ന ഇപ്പോഴത്തെ ജനറേഷനൊക്കെ, അതിന് മുമ്പേ കഴിഞ്ഞ ജനറേഷനെല്ലാം അവരുടെ ചൈൽഡ്ഹുഡിലൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ള സോങ്സ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു കവർ ചെയ്യുന്ന സമയത്ത് ടെൻഷൻസ് ഉണ്ടാവാറുണ്ടോ? ലൈക്ക് ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ കമൻസ് വരാറുണ്ടോ? അങ്ങനെയൊക്കെ അതറിയോ, ഇതിപ്പോൾ എൻ്റെ കൺട്രോളുള്ള കാര്യമല്ലല്ലോ ഇവർ കമൻറ്റ് അടിക്കോ ഇല്ലയോ എന്നുള്ളത്. ഞാനൊരിക്കലും അങ്ങനെ ആലോചിച്ചിട്ടില്ല. ചിലപ്പോൾ എക്സൈറ്റഡ് ആവാറുണ്ട്, ഇത് ചെയ്താലും ഉറപ്പായിട്ടും കുറെ ചീത്ത വരുന്നൊക്കെ നമ്മൾ തമാശയ്ക്ക് ഇരുന്ന് പറയും. അല്ലാണ്ട് അങ്ങനെ അത് ഒരു സീരിയസ് ആയിട്ട് ഒരിക്കലും അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു നടക്കുമ്പോൾ ഉറപ്പായിട്ട് ഒബ്സർവ് ചെയ്യാറുണ്ട്. ഇത് ഏത് ഡിറക്ഷനിലാണ് ഇവരുടെ ചീത്തവിളി പോകുന്നത്, ഏത് ഡിറക്ഷനിലാണ് ഇവർ, അങ്ങനെയൊക്കെ പോകാറുണ്ട്. അല്ലാണ്ട് ഒരു ഭയങ്കര വലിയ ജീവിത പ്രശ്നമായിട്ട് ഇതുവരെ അത്, അല്ലെങ്കിൽ ഒരു എന്താണ് നമ്മൾ ഇറക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഡിസിഷൻ മേക്കിങ്ങിലൊന്നും ഒരിക്കലും തട്ടിയിട്ടില്ല. ഈ പറഞ്ഞ പോലെ കരിയറിലോട്ടാണെങ്കിലും ഫസ്റ്റ് ഒരു സോങ് ഞാൻ നോക്കി ഇപ്പോൾ 13-ാമത്തെ വയസ്സിലാണ് ചെയ്തതെന്ന് കണ്ടു. അപ്പോൾ ഇത്രയും ചെറിയ ഏജിൽ എങ്ങനെ അതിലോട്ട് എത്താൻ പറ്റിയത്? ഞാൻ നേരത്തെ പറയലൊരു ഫ്ലോയിൽ ഇങ്ങനെ പോകുന്നൊരു മൊത്തത്തിൽ ഫ്ലോ ആണ്. ഭയങ്കര പ്ലാൻ ചെയ്ത് ഇങ്ങനെ ആവണം അങ്ങനെയൊന്നും ഒരു കാലത്തും ഞാൻ ചെയ്തിട്ടില്ല.
ഇപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണെങ്കിൽ പോലും വലുതാകുമ്പോൾ ആരാവണം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ ഒരു അംബീഷൻ ഒന്നുമില്ല. ഇല്ല. അത് ഒരു ക്ലാസ്സിൽ ഒന്നും പറയും, അടുത്ത ക്ലാസ്സിൽ വേറൊന്നും പറയും. ഇപ്പം ഇതാ ട്രെൻഡിങ് നീ പിന്നെ അത് പറയുന്നത് മറ്റേ 5-6 പഠിക്കുമ്പോൾ കുട്ടികൾ ഡോക്ടർ. എനിക്ക് ഡോക്ടർ എഞ്ചിനീയർ ഒരു കാലത്തും എനിക്ക് താല്പര്യമില്ല. ഇപ്പം ഇവരൊക്കെ ഇത് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ എന്താ പറയാന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് ഇതാ എന്നെങ്കിൽ ഇത് പറയാം. അങ്ങനെയായിരുന്നു എനിക്ക് ആ കാലത്ത്. ഇപ്പോഴും അടുത്ത 5 വർഷത്തിൽ എന്താവും എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരു വലിയ ഗോൾ. ചില ആൾ പറയും എനിക്ക് മറ്റേ ഓസ്കാറോ വാങ്ങണം, ഗ്രാമിയോ വാങ്ങണം, ഇന്ന ആളുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യുന്ന ഡ്രീം പ്രോജക്റ്റ് എന്നൊക്കെ. എനിക്ക് അങ്ങനെ ഒരു സാധനമൊന്നും ഇല്ല. അത് വരുന്ന വഴിക്ക് ഇപ്പം എന്ത് തോന്നുന്നോ അത് ചെയ്യാം, അത്രേ ഉള്ളൂ. അന്നും അത് തന്നെയാണ് സംഭവിച്ചത് എനിക്ക് തോന്നുന്നു. ഫ്ലോയിൽ ഇങ്ങനെ പോകുമ്പോൾ നടക്കുന്ന കാര്യങ്ങളാണല്ലോ. ഈ പറയുന്ന പോലെ എനിക്കൊരു പാട്ടുകാരി ആകണം, അല്ലെങ്കിൽ ഒരു മ്യൂസിക് കമ്പോസർ ആകണം, അങ്ങനെ ഒരു അതാണ് എൻ്റെ കരിയറിന് ഒരു പ്ലാനും ഇല്ലായിരുന്നു. ഇല്ല, അങ്ങനൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഇപ്പം ഞാൻ ഷോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പം ഞാൻ പാട്ടിൽ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കാം. അതല്ല 2 മാസം കഴിയുമ്പോൾ വേറൊരു സമയം വരികയാണെങ്കിൽ അത് ചെയ്യാം. അങ്ങനെ ബലം പിടിച്ചിട്ട് ഭയങ്കര ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് ഞാൻ ഒരു കാലത്തും പോയിട്ടില്ല. ചെയ്യണ പണി വൃത്തിക്ക് ചെയ്യാന്നൊരു സാധനം മാത്രമേ ഉള്ളൂ.